ക്യാരക്ടർ. പിന്നെ ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ വീഡിയോസ് അപ്പോൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തില്ല. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഷാജിദാൻ്റെ ഇൻ്റർവ്യൂന്ന് ഇന്നലെ ഒരു പേര് വീണിട്ടുണ്ടായിരുന്നു, ജസ്ന. അപ്പോൾ ജസ്ന ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവള് ഓരോ ദിവസം ഓരോരുത്തരുടെ പേരിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇതും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കും എന്ന് തോന്നുന്നില്ല. ഇത് നീണ്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സീരീസ് പോലെ നീണ്ടു പോകുന്ന ഒരു വലിയൊരു കഥയാകും, അല്ലെങ്കിൽ വലിയൊരു എപ്പിസോഡായിട്ട് ഇത് പോവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവള് ഓരോന്ന് എടുത്തിടുന്നുണ്ട്, അത് ഓരോരുത്തരെടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ സ്പ്രെഡായി അത് വലിയൊരു വീഡിയോ, എന്താ പറയുക, സീരീസ് പോലെ വലിയൊരു എപ്പിസോഡായിട്ട് ഇത് എവിടം കൊണ്ട് അവസാനിക്കും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്ന എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട്. ജസ്നക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം, കണ്ടു നോക്കൂ. ഹലോ ഗായ്സ്, ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ ഒരു വിധേനെ യാതരുടെ ഈ ഷാജി നമ്മളൊരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കൂല എന്നുള്ള രീതിയിൽ ഓരോന്നിറങ്ങും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഈ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോ എന്ന്. യാതരുടെ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല, ഏതോ ഒരു ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും. ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ട് കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു. അപ്പോൾ ആശാത്തിനെ എനിക്ക് അറിയ പോലും ഇല്ല. ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തുവെന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തുവെന്നും എന്തോ ഒരു കഥ അതിൽ ജസ്ന എന്നുള്ളൊരു പേരെടുത്തിട്ടുണ്ട്. ആ ജസ്ന ഞാനല്ല, എൻ്റെ ഇങ്ങനെ അല്ല ഗായ്സ്, അതും കൂടി ഒന്ന് മനസ്സിലാക്കൂ ഗായ്സ്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ പേര് ജസ്ന സലീം എന്നാണ്. മോളെ ഷാജിദേ, ഒന്നാരെ മോളെ, എന്തിനാണ് നീ വേണ്ടാത്ത പേരൊക്കെ എടുത്തിരുന്നത്? ഇപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗൈസ്, നിങ്ങളാണോ ആ ഷാജി പറഞ്ഞ ജസ്ന എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഈ അമ്മച്ചിന് അറിയാൻ പോലും ഇല്ല കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിയാൻ തന്നെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അടിച്ചു നോക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു. എൻ്റെ സമാധാനത്തിന് ജസ്ന അടിച്ചപ്പം ജസ്നാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡീനെ കണ്ടു. ആ ലേഡീനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്, അത് ഞാൻ പറഞ്ഞേക്കാം. ഇനി ജസ്ന സലീം പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത തംബ്ലൈൻ കൊടുത്തിട്ട് നിങ്ങളാരും വീഡിയോ ഇറക്കാൻ നിൽക്കണ്ട. അപ്പം ഇതാണ് സംഭവം. ആരോ എന്തോ ഒരു പേരെടുത്തിടുമ്പോഴേക്കും വിവാദ നായികയായ എന്നെ എല്ലാവരും അങ്ങ് എടുത്തിടുമ്പോൾ എന്നാ ചെയ്യാനാവശ്യങ്ങളെ, ജീവിച്ചു പൊക്കോട്ടെ, എന്നെ അതിന് അനുവദിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പം നിലവിൽ ഞാൻ ഉള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ജസ്നയാണെന്ന് പറഞ്ഞിട്ട് ജസ്നക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് ജസ്ന വന്നിരിക്കുന്നത്. ഇപ്പോൾ ജസ്ന എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ജസ്ന എന്ന് പുള്ളിക്കാരിന് പോണത്. പുള്ളിക്കാരി തന്നെ പറയുന്നത് വിവാദ നായിക ഞാൻ ജസ്നയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ജസ്ന പറയുന്നുണ്ട്. എന്തായാലും ഷാജിദ് നീ ഓരോ പേരുകൾ എടുത്തിടുന്ന സമയത്ത് സൂക്ഷിക്കുക. അത് പല രീതിയിലും ജസ്ന എന്ന് പേരുള്ള ഒരു ആൾ മാത്രമല്ല, ജസ്ന എന്ന് പേരുള്ള പല യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് അവരെ കൂടിയാണ് ബാധിക്കുന്നത് എന്നുകൂടെ ഷാജിദ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇത് വലിയ കോലിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷാജിദയുടെ ഈ ഒരു ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ ബോംബാണ് എടുത്തിടുന്നത്. അതെല്ലാം വലിയൊരു രീതിയിലാണ് പുറത്തോട്ട് സ്പ്രെഡായിട്ട് പോകുന്നത്. അപ്പോൾ ഷാജിദ ഇനിയെങ്കിലും സൂക്ഷിച്ചിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നുമല്ല, അതൊക്കെ മേലെ പല രീതിയിലും അത് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോവുക. എന്താ പറയുക, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡായിരിക്കുകയാണ്. ഒരുപാട് പേര് ഇത് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ എന്താണ് ഷാജിദാൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. ഷാജിദ കല്യാണം കഴിച്ചെന്ന് പറയുന്നു, കഴിച്ചില്ലെന്ന് പറയുന്നു. എന്താണ് റൌഫ് വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു, ഇനിയിപ്പോൾ ആരൊക്കെ വരും എന്തൊക്കെ വരും എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. ഇവിടെ ഉടായിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് പേരുകളൊക്കെ പറയുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് പേരുകൾ പറയുക, ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഓരോ പേരുകൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ട് പേരുകൾ പറയുമ്പോൾ ജസ്ന ഒന്നും അറിയാത്ത ജസ്നയ്ക്ക് അടക്കം ഇതിപ്പോൾ ഈ ഒരു ഇത് പോയി ഇപ്പോൾ ജസ്നാനെ ഒരുപാട് പേര് വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ജസ്ന വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, പുള്ളിക്കാരി ആ ജസ്നാനെയാണ് ഉദ്ദേശിച്ചതെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അവർ ഞാൻ കണ്ടെത്രത്തോളം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. അവരാണ് എങ്കിൽ തന്നെ അവരെ ഇതിലേക്ക് വലിച്ചിടേണ്ട യാതൊരു കാര്യം ഷാജിദയ്ക്ക് ഉണ്ടായിരുന്നില്ല.
ഷാജിദയ്ക്ക് അതൊക്കെ അറിയുമെങ്കിൽ കൂടെ തന്നെ അത് മനസ്സിൽ വെക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോൾ പല രീതിയിലും പല ജസ്നകളിലേക്കും പോയി ഇത് അവരെല്ലാം കണ്ട് പിന്നെ ഭാവിയിൽ ഇത് വലിയ ദോഷത്തിലേക്കാണ് ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാജിദ പറഞ്ഞ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, സൂക്ഷിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്ന് കേട്ട് നോക്കൂ. അതിന്റെ ഹസ്ബൻഡ് ആണെന്ന് ഒരിക്കലും ഞാൻ അതിൽ പറയുന്നില്ല. വേറെ ഒരു സോങ് എടുത്തിട്ട് ഞാൻ അതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇട്ടു. ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. അതെല്ലാവരും ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം കല്യാണം പ്രചരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എന്റെ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 ഇന്റർവ്യൂ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണം ഇതെല്ലാവരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷേ കൂടുതലായിട്ട് ഇപ്പോൾ അവനിക്കും അവന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവന്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാതും തിരുത്തി പറയണം, എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി പറയണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളപ്പോൾ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് പറയാമെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ഇവർ വയനാടൊക്കെ പോയിട്ട് അപ്പോൾ ചോദിക്കും, പല ആൾക്കാരും ചോദിക്കും എങ്ങനെയാണ് അവനെ ഇങ്ങനെ ഇത്ര അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ട്, റീൽസിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ, അത്രേ ഉള്ളൂ, അതുപോലെ ഉള്ളൂ, ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ. അതെ, ആൽബം സോങ്ങിനും റീൽസിനൊക്കെ വേണ്ടിയിട്ട് കൈപിടിച്ച് നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷാജിദ ചെയ്തതാണ് കേട്ടോ. പാവം, അല്ലാതെ നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ആ ഒരു രീതിയിൽ ഷാജിദ ചെയ്തതാണ്. ആർക്കും തെറ്റിദ്ധാരണയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഷാജിദയുടെ എന്താ പറയുക, ഓരോ കള്ളങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കേണ്ട ആ ഒരു ഗഡ്സ് ഉണ്ടല്ലോ, അതെന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒന്നിന് മറയ്ക്കാൻ വേറൊരു നുണ, ഒരു ഇതിന് മറയ്ക്കാൻ വേറൊരു ഇത്, അങ്ങനെ പറഞ്ഞ് ഇത് എങ്ങോട്ടാ പോകണമെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇവിടം കൊണ്ടൊക്കെ അവസാനിച്ചാൽ നല്ലത്. ഇത് ഡെയിലി ഇത് തന്നെയാണ്, ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ഇതിനൊരു അവസാനമൊന്നും ആവുന്നില്ല, എവിടെ എത്തുന്നൊന്നും അറിയുന്നില്ല. ഒരു സീരിയൽ കഥ പോലെ എന്താ പറയുക, 1000-2000 എപ്പിസോഡൊക്കെ അങ്ങനെ പോവില്ല, അതേപോലെയാണ് ഷാജിദയുടെ ഓരോ ദിവസത്തെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ രീതിയിൽ പോകുന്നു. ഇപ്പോൾ ജസ്നാനെ കൊണ്ടുവന്നു, ഇനി നാളെ ആരെയെ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ആദ്യം ഷറഫ് അലിയെ കൊണ്ടുവന്നു, പിന്നെ റൌഫിനെ കൊണ്ടുവന്നു, പിന്നെ ഇപ്പോൾ ജസ്നയെ കൊണ്ടുവന്നു, ഇനിയിപ്പോൾ നാളെ ഇനി ഏത് പേരാണ് എടുത്തിടുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു അവസാനമില്ലാതെ ഇതിങ്ങനെ പോകും തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു, ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഷാജിദ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് ഓർക്കണം, ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഇത് പല രീതിയിൽ സ്പ്രെഡായി പോകുന്നുള്ളത് ചിന്തിക്കണം. പുള്ളിക്കാർ വിചാരിച്ചു പുള്ളിക്കാരുടെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ ആരും ഏറ്റെടുക്കില്ല, അങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരി അങ്ങനെ അത് എടുത്തിട്ടത്. പക്ഷെ അത് പുള്ളിക്കാർ വിചാരിച്ചതിനേക്കാളും വലിയ രീതിയിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തു. റിയാക്ഷൻ ചെയ്യുന്നവരെല്ലാവരും, ഇപ്പോൾ ഞാനടക്കം എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അത് വലിയ രീതിയിൽ തന്നെ അത് ചർച്ചാ വിഷയമായി. അങ്ങനെയാണ് ഷറഫ് അലിക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറിയത്, അവരുടെ ഫാമിലിക്കും ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ട് ഇത്രയും ഇഷ്യൂ ആവാനുള്ള കാരണം. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിക്കണേ എന്നാണ് ഓരോ ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എവിടെ കൊണ്ട് അവസാനിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇത് എവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.